എല്ലാവർക്കും നമസ്കാരം. EN24 ചാനൽ എന്ന ദൃശ്യമാധ്യമം സ്നേഹദൂത് എന്ന ചാരിറ്റി പ്രോഗ്രാമിലൂടെ കണ്ടെത്തുന്ന സമൂഹത്തിലെ നിർദ്ധരായ ആവശ്യമായ വിദ്യാഭ്യാസം, ധനസഹായം, മരുന്നുകൾ, വീട് നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷണ കിറ്റുകൾ, വിവാഹ ധനസഹായം എന്നിവ നൽകി വരുന്നു. EN24 ചാനലിൻ്റെ ഭാഗമായ സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 3-ാം വാർഷിക ദിനാഘോഷമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടാൻ പോകുന്നത്. എൻ്റെ കർത്തവ്യം സ്വാഗതം അരുളുക എന്നതാണ്. ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയും EN24 എല്ലാ ആവശ്യങ്ങൾക്കും ഏത് സമയത്തും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ തിരുവനന്തപുരം MLA BS ശിവകുമാർ സാർ. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ EN24 പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും നിശ്ചയമായ സ്നേഹവും കൂടി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്ന പരിപാടിയിലേക്ക്. ഇന്ന് നമ്മുടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന EN24 മാനേജിംഗ് ഡയറക്ടർ എൻ്റെ പ്രിയ സുഹൃത്തും കൂടെയായ ശ്രീ രമേശ് ദേവനാണ്. അദ്ദേഹത്തിന് സ്വാഗതം. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നമ്മുടെ കുടുംബത്തിലെ അമ്മ വളരെ വിനയത്തോടു കൂടി നമുക്ക് സ്നേഹത്തോടു കൂടി എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുകയും ഒരമ്മയെപ്പോലെ എല്ലാത്തിനും കൂടെ ഉള്ള സ്നേഹനിധിയായ പ്രിയങ്കരിയായ കാലടി ഓമനമ്മയെ സ്വാഗതം. നമ്മുടെ ബാലാജി ആർട്ടിസ്റ്റായ ബാലാജി ചേട്ടൻ, നൗഷാദ് അത്തിപ്പറ്റ, വിജയ് കൃഷ്ണൻ, മിനി വത്സൻ, രാജശേഖരൻ, അപ്പുക്കുട്ടൻ ശ്രീ, ഗിരിജ, നമ്മുടെ മാസ്റ്റർ സബിത്ത്, ബാക്കി മീഡിയ സൗണ്ട്സ്, ബാക്കി പുരസ്കാരം സ്വീകരിക്കുന്ന എല്ലാവരുടെയും ഒക്കെ ബാക്കി സ്വാഗതം ചെയ്യുന്നു. വാഴമുട്ട ചന്ദ്രബാബു സാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ഞാൻ തരുന്നില്ല. നമ്മുടെ MLA ശിവകുമാർ സാറ് ഇവിടെ മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാമിന് ഉടൻ തന്നെ പോകേണ്ട ഒരു ആവശ്യമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ചടങ്ങുകളെല്ലാം പെട്ടെന്ന് നടത്തി വിടേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രസംഗങ്ങളെല്ലാം വളരെ ചുരുക്കി നമ്മൾ ചടങ്ങിലോട്ട് കടക്കുകയാണ്. ഈ ചടങ്ങിൽ വന്ന എല്ലാ പേർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിലോട്ട് കടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ EN24 ചാനലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സ്നേഹദൂത് ചാരിറ്റി പ്രോഗ്രാം ആണ് ഇവിടെ സംഘടിപ്പിച്ചത്. ചാനലിൻ്റെ 6 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ചാനലും അതുപോലെ തന്നെ സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് 3 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. രമേശിൻ്റെ എല്ലാ പരിപാടിയിലും ഉദ്ഘാടനം മുതൽ ഞാനൊരു ഒരു ആവശ്യ വസ്തുവായി എപ്പോഴും എന്നെ ക്ഷണിക്കാറുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും പങ്കെടുക്കാറുമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇന്ന് തന്നെ വളരെയധികം പരിപാടി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിച്ചത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകൾ മിക്കവാറും എല്ലാവരും നേരിട്ട് ദിവസം കാണുന്നില്ലെങ്കിലും ടി വിയിലൂടെയും സിനിമയിലൂടെയും ഒക്കെ കാണുകയാണ്.
സ്വാഗത പ്രസംഗം നടത്തിയ ചന്ദ്രബാബു പ്രമുഖ ഗായകനാണ്. ഒരു പാട്ടൊക്കെ പാടില്ലേ? സംഗീതജ്ഞനാണ്. അപ്പോൾ ഈ പ്രസംഗമൊന്നുമല്ല ഇന്നപ്പോഴത്തെ ഒരു പ്രസക്തി, ഒരു പാട്ട് അല്ലെ ഒരു ഇതൊക്കെയാണ്. പിന്നെ കരടി ഓമന ചേച്ചി എത്ര സിനിമയിൽ അഭിനയിച്ചു എന്ന് ഞാൻ ചോദിച്ചു. 374 അല്ലേ? പിന്നെ പ്രേമനസീർ 500 സിനിമ അഭിനയിച്ച ഭയങ്കരമായ വാർത്തയായിരുന്നു. 500 സിനിമയിൽ നായകൻ. അതുപോലെയാണ് ചേച്ചി എത്രയോ കാലമായി സിനിമാ രംഗത്തേക്ക്. പിന്നെ പുതിയ തലമുറയിലെ നടന്മാർ, സീരിയൽ നടന്മാർ, അവരൊക്കെ മിക്കവാറും നമ്മളൊന്നും സീരിയൽ അങ്ങനെ പ്രധാനമായി കാണാൻ സമയം കിട്ടില്ല, എങ്കിലും ഇടയ്ക്കൂടി ഞാൻ കണ്ടുപോകും. പിന്നെ നമ്മുടെ ഉപ്പും മുളക് കൂടെ ഇരിപ്പുണ്ട്. എല്ലാവരും കാണുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സീരിയലാണ്. അഭിനയിക്കുന്നവരെല്ലാവരും കൂടെ ഒരു പരിപാടിക്ക് പാപ്പനം കൊട്ട് വന്നിരുന്നല്ലേ മോനെ? കഴിഞ്ഞ 2-3 അമ്മയാണോ ഇരിക്കുന്നത്? ആ, എവിടെ സ്ഥലം? എവിടെ? അഭിനയിക്കുന്ന മുഴുവൻ നടന്മാരും നടിമാരും ഒക്കെ കൂടെ നമ്മുടെ ഒരു കൈമനത്തൊരു പ്രോഗ്രാം നിങ്ങൾ എത്തിയിരുന്നു. ഇവരെല്ലാം കൂടെ മൊബൈൽ പോയിൻറ്റിൻ്റെ. അപ്പോൾ അങ്ങനെ പ്രമുഖരായിട്ടുള്ള വളരെയധികം വ്യക്തിത്വങ്ങളിരിക്കുന്ന ഒരു വേദിയാണ്, സദസ്സാണ്. വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ. ഈ രമേശിൻ്റെ ഈ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി ചാരിറ്റി പരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. സമൂഹത്തിൽ നമുക്കറിയാം വളരെയധികം ആളുകൾ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയാണ് സമൂഹത്തിൽ. ആളുകൾക്ക് ജോലിയില്ല, നിത്യ വരുമാനക്കാരായിട്ടുള്ള ആളുകൾ വരുമാനമില്ലാതെ വളരെയധികം പ്രയാസപ്പെടുന്നൊരു കാലഘട്ടം. പ്രത്യേകിച്ച് ഈ ആർട്ടിസ്റ്റുകളാണ്, കലാകാരന്മാർ. ഇപ്പോൾ നമുക്കറിയാം സിനിമയിൽ അഭിനയിക്കുന്ന സമ്പന്നരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, പക്ഷേ അതിനുപരിയായി താഴെയുള്ള ആളുകൾ. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉത്സവം വരുമ്പോൾ പങ്കെടുക്കുന്ന ആളുകൾ, ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളൊന്നുമില്ല, അങ്ങനത്തെ പരിപാടികൾ. അവരൊക്കെ യഥാർത്ഥത്തിൽ പട്ടിണിയിലാണ്, പല കുടുംബങ്ങളും പല ആളുകളും ഒക്കെ. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഒരു സംരംഭമാണ് രമേശിൻ്റെ നേതൃത്വത്തിൽ ഈ സ്നേഹദൂത് എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഏത് ഗവൺമെൻറ്റുകളായിരുന്നാലും ഗവൺമെൻറ്റുകളുടെ മാത്രം പ്രവർത്തനം കൊണ്ട് സമൂഹത്തിലെ എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. എല്ലാ ആളുകളുടെയും മനസ്സിലൊരു ഇതുപോലെയുള്ള ചിന്തകൾ ഉണ്ടായി വരേണ്ടതുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ, അവരും വലിയ സമ്പന്നരായിരിക്കണമെന്നുമില്ല. അവരൊക്കെ അവരുടേതായിട്ടുള്ള പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് ചെറിയ ചെറിയ സംഭാവനകൾ, ചെറിയ ചെറിയ സഹായങ്ങൾ സമൂഹത്തിനാകമാനം ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത്രത്തോളം നമ്മുടെ സമൂഹം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് രമേശ് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ പ്രസംഗിക്കുന്നില്ല. എല്ലാ ആശംസകളും നേരുന്നു, പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ വിജയങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തത് മൊമെൻറ്റോ കൊടുക്കുന്ന ചടങ്ങാണ്. സമൂഹത്തിൽ നന്മ നിറഞ്ഞ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യക്തിത്വം പ്രകടിപ്പിച്ച എല്ലാ മേഖലയിലുള്ളവർക്കും EN24 ചാനലിൻ്റെ സ്നേഹദൂത് പുരസ്കാരം നൽകി വരുന്നു. മൊമെൻറ്റോ നൽകുന്നതിനായി ബഹുമാന്യനായ MLA ശ്രീ VK ശിവകുമാർ അവരുകളെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ചാരിറ്റി മേഖലയിലെ സജീവ സാന്നിധ്യമായ വിനയചന്ദ്രൻ സാറിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി നൗഷാദ് അത്തിപ്പറ്റ, റിപ്പോർട്ടർ. പരിമിതികളെ തോൽപ്പിച്ച് കേക്കുകൾ ഉണ്ടാക്കി ജീവിതമാർഗം കണ്ടെത്തിയ മലപ്പുറം വളാത്തേരിയിലെ സ്വലീഹിൻ്റെയും ഭാര്യ ജസീലയുടെയും ജീവിതകഥ റിപ്പോർട്ടർ TV-യിലൂടെ പ്രേക്ഷകരിൽ എത്തിച്ചു. അടുത്തത് മാസ്റ്റർ അൽ സബിത്ത്, ഉപ്പുമുളകും ഫെയിം. വിജി കൃഷ്ണൻ, ബാംഗ്ലൂർ സെറ്റിലാണ്. ചാരിറ്റി പ്രവർത്തനം, അതുപോലെ കലാരംഗത്തുള്ള പ്രവർത്തനം, കൂടാതെ EN24 ചാനലിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടർ കൂടിയാണ്. മിനി വിൽസൺ, പൊതുപ്രവർത്തന രംഗത്ത് സജീവം, കണ്ണൂർ സ്വദേശി, കലാരംഗത്തും ചാരിറ്റി മേഖലയിലും പ്രവർത്തിക്കുന്നു. R രാജശേഖരൻ, ചാരിറ്റി മേഖലയിലെ സജീവ സാന്നിധ്യമാണ്.
ബാലാജി ശർമ്മ, സിനിമ സീരിയൽ ആർട്ടിസ്റ്റ്. അപ്പുക്കുട്ടൻ, BSF ഇൻസ്പെക്ടർ, ജമ്മു കാശ്മീരിൽ വാലി കമാൻഡ് ഓപ്പറേഷൻ ഓഫീസറായിരുന്നു. ഇപ്പോൾ UAE പോലീസിൽ ഓഫീസറായി വർക്ക് ചെയ്യുന്നു. കണ്ണൻ പള്ളിപ്പുറം, ഫോട്ടോഗ്രാഫി മേഖലയിൽ 25 വർഷത്തോളം പരിചയം കഴിഞ്ഞു ഇദ്ദേഹത്തിന്. EN24 ചാനലിൻ്റെ അവാർഡ് നൈറ്റിൽ എത്താൻ അസൗകര്യമായതിനാൽ അദ്ദേഹത്തെ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. ഗിരിജ ഓച്ചിറ, ബാല്യകാലം മുതലേ നാടകം, ഡാൻസ്, സീരിയൽ, സിനിമ മേഖലയിൽ അഭിനയിച്ചു വരുന്നു. അംബിക അമ്പി, കണ്ണൂർ സ്വദേശിയാണ്, സിംഗറാണ്. അടുത്തതായി പൊന്നാട അണിയിക്കുന്ന ചടങ്ങാണ്. രമേശ് വലിയശാല, കാലടി ഓമന, സുന്ദരേശൻ, വാഴമുട്ടം ചന്ദ്രബാബു, നമസ്കാരം. നിങ്ങളെല്ലാം പിരിച്ചുവിടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ EN24ൻ്റെ സ്നേഹദൂത് പുരസ്കാരവും മറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഒരുപാട് പരിപാടികളുള്ളതുകൊണ്ടാണ് വൈകിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. വേദന വിടത്തിയ പനിനീരോ സംഗീതമേ നിൻ പൂച്ചിറകിൽ എന്നോമലാൽ തൻ കണ്ണീരോ വിട ചൊല്ലിപ്പിയും വേദിയിൽ വേദന വിടത്തിയ പനിനീരോ സംഗീതമേ. ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഇനി എന്തു വേണം, ഇനി എന്തു വേണം, ഈ മൗനമേഘമലിയ പ്രിയം വദേ. ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. അഹം മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുര സുന്ദരി നളചരിതം കഥയിൽ ദമയന്തിയോ കൺവാശ്രമത്തിൽ കാവ്യശകുന്തളയോ ഒമർ ഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ. അരേ വാവാ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുര സുന്ദരി. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും, പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. പൊന്നാറ്റിനപ്പുറത്തു നിന്നും പുന്നാരം ചൊല്ലി നീ വന്നു. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും.
मस्तानी मदहोश ये जा मुझे डोर कोई खींचे तेरी ओर लिए जा ये शाम मस्तानी मदहोश ये जा मुझे डोर कोई खींचे तेरी ओर लिए जा मस्ती में गाए जाए सुबी 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 मेरे दिल गाए जाए सुबी 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 मस्ती में गाए जाए सुबी 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 हे सुबी 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 हे सुबी 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 हे सुबी 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 உன்னத்தானே உன்னத்தானே நீ எந்த ஊரு என்னோடு ஆடு இது நிஜம் இளம ஜெயிக்கும் தக்கட்டு தபஞ்சம் இல்லை எவன் கனவு பலிக்கும் தக்கட்டு தபஞ்சம் இசைய முட்டும் முரசு முட்டும் வெட்டு திலகனா உன்னத்தானே உன்னத்தானே
fun, just as a fanny back in a saddle. You're the front line, everyone's watching. You know it's worse, we getting closer, this ain't over. The pressure's on, you feel it, but you got it all, believe it. You get down, get up, oh, oh, you get down, get up, eh, eh. Samina, Sankalewa, this time for Africa. Samina, eh, eh, waka, waka, eh, eh. Samina, Sankalewa, this time for Africa. പൊന്നിനം നീട്ടി നീട്ടി പൊന്നിനം നീട്ടി നീട്ടി ആകാശപ്പൊടി ചൂടി ആരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലേ പൊന്നിനം നീട്ടി നീട്ടി ആകാശപ്പൂടി ചൂടി മുകിലാരപ്പട്ട് കെട്ടി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ